ഹലോ ഓൾ, വെൽക്കം ടു ക്വിക്ക് ലേൺ ബൈ ആൻഡ് ലേൺ. നമ്മളുടെ എന്താ പറയുക, ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇപ്പോൾ ഓൾറെഡി 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. നിങ്ങൾക്ക് അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് നമ്മുടെ 3rd ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട നേരെ ക്ലാസ്സിലേക്ക് പോവാം. 2022 ജൂൺ ബാച്ചിലെ CSIR-ന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. നമ്മുടെ ഡെവലപ്മെന്റൽ ബയോളജി DB എന്ന് വിളിക്കുന്ന ഡെവലപ്മെന്റൽ ബയോളജി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് അബൌട്ട് മമ്മേലിയൻ ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ വിച്ച് എമൗണ്ട് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് റെപ്രസെന്റ് ദി കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. അതായത് മമ്മേലിയൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്ഷൻ എ, zygote is a totipotent stem cell. Option B, the cells of inner cell mass are said to be pluripotent. C, the 3 regulatory transcription factors OCT4, NANOG and SOX2 help maintain pluripotency of their inner cell mass. D, CDX2 upregulates OCT4 and NANOG. Okay, ഇതാണ് നമ്മളുടെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് സൈഗോട്ട് ഈസ് എ ടോട്ടിപോട്ടന്റ് സ്റ്റെം സെൽ എന്നാണ്. ആ ഓപ്ഷൻ എന്തായാലും തെറ്റാണെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ, സൈഗോട്ട് ടോട്ടിപോട്ടന്റ് ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ സ്റ്റെം സെൽ അല്ല. സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് റീജനറേറ്റ് ചെയ്ത് ഇപ്പോ ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ സെയിം സെല്ലിനെ വീണ്ടും ഉണ്ടാക്കി വയ്ക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള സ്റ്റെം സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഡിവൈഡ് ചെയ്ത് സെയിം സെൽ ആവാനായിട്ടൊക്കെ കപ്പാസിറ്റി ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റെം സെൽ എന്ന് വിളിക്കുക. അതായത് ഇനി എപ്പോ വേണമെങ്കിലും വീണ്ടും ആ ഒരു സെല്ല് റീജനറേറ്റ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആ ഒരു ഡിവിഷൻ മാറി ഡിഫറൻസിയേഷൻ ആക്കാൻ പിന്നെ എപ്പോ വേണമെങ്കിലും അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് നമ്മുടെ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ. അപ്പൊ സൈഗോട്ട് എന്ന് പറയുന്നത് ടോട്ടിപോട്ടന്റ് ആണ്, പക്ഷെ സ്റ്റെം സെൽ അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് കോമ്പിനേഷൻ ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ സെൽസ് ഓഫ് ഇന്നർ സെൽ മാസ് ആർ സെഡ് ടു ബി പ്ലൂറിപൊട്ടന്റ്. ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത് പ്ലൂറിപൊട്ടന്റ് അല്ലേ? ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് പൊട്ടൻസി എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെല്ലിന് എന്തൊക്കെ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ ഫേറ്റ് അറ്റൈൻ ചെയ്യാനുള്ള പൊട്ടൻസി ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ പൊട്ടൻസി എന്ന് വിളിക്കുക. പല തരത്തിലുള്ള പൊട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കണ്ട മാതിരി ടോട്ടിപൊട്ടന്റ് ഉണ്ട്, പ്ലൂറിപൊട്ടന്റ് ഉണ്ട്, നമ്മുടെ ബ്ലഡ് സെൽസിലൊക്കെ പറയുന്ന മൾട്ടിപൊട്ടൻസി ഉണ്ട്. അങ്ങനെ പലതരം പൊട്ടൻസി ഉണ്ട് അല്ലെ. ഇനിയിപ്പോ ന്യൂറോൺസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വേറെ ഒരു ഫീറ്റും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ന്യൂറോൺസ് ആയിട്ട് മാത്രമേ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെ നമ്മൾ യൂണിപൊട്ടന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത് പ്ലൂറിപൊട്ടന്റ് ആണ്, അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ശരിയാണ്. ഇനി സി സ്റ്റേറ്റ്മെന്റിൽ പറയാണ് 3 റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് OCT4, NANOG and SOX2 help maintain pluripotency of inner cell mass. ഡി സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, CDX2 upregulates OCT4 and NANOG. ഇതിൽ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ മമ്മേലിയൻ ഡെവലപ്മെന്റിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. മോറുല സ്റ്റേജിൽ നിന്ന് OCT4 ആക്ട് ചെയ്തിട്ട് ഇന്നർ സെൽ മാസ് ഉണ്ടാക്കും. OCT4 പകരം ഇയോംസോ CDX2 ആണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഫാക്ടേഴ്സ് ആണ്. ഇയോംസ് അല്ല എന്നുണ്ടെങ്കിൽ CDX2 എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാക്കും. ഈ OCT4ഉം ഇയോംസ് CDX2 എന്നൊക്കെ പറയുന്ന ഇവർ പറയുന്നത് മ്യൂച്വൽ ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് OCT4 അവിടെ എക്സ്പ്രസ് ആയാല് ബാക്കി രണ്ടുപേരുടെയും എക്സ്പ്രഷൻ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അല്ല, ഇയോംസ് CDX2 ആണെന്നുണ്ടെങ്കിൽ അവർ OCT4നെ ഇൻഹിബിറ്റ് ചെയ്യും. ഇയോംസ് CDX2 ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടാവും. OCT4 ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇന്നർ സെൽമാസ് ഉണ്ടാവും. ഈ ഇന്നർ സെൽമാസ് എന്ന് പറയുന്നത് പ്ലൂറിപൊട്ടന്റ് ആയിരിക്കും, കാരണം അവർക്ക് കുറച്ച് ഫ്യൂ ടൈപ്സ് ഓഫ് സെൽസിനെ ഉണ്ടാക്കാനായിട്ടായിരിക്കും പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഈ ICM-ല് നാനോഗ് ഫംഗ്ഷൻ ചെയ്തിട്ട് എപ്പിബ്ലാസ്റ്റും ഗാട്ട6 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആക്ട് ചെയ്തിട്ട് ഹൈപ്പോബ്ലാസ്റ്റും ഉണ്ടാക്കും. ഇങ്ങനെയാണ് യൂഷ്വലി ഇവിടെ ഡെവലപ്മെന്റ് വരുന്നത്. ഇനി ICM എന്ന് പറഞ്ഞില്ലേ, അവര് പ്ലൂറിപൊട്ടന്റ് ആന്ന് പറഞ്ഞില്ലേ, ആ പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് SOX2ഉം നാനോഗും OCT3, OCT4 എന്ന് പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം ഈ ഇന്നർ സെൽമാസിന്റെ പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോ
ഇത് അവരുടെ നമ്മുടെ ഗിൽബർട്ട് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ബയോളജി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇപ്പൊ ഈ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം ഫിഗറിന്റെ ടെക്സ്റ്റിലെ ഫിഗർ ആണിത്. OCT4, SOX2, നാനോഗ്, ICMന്റെ സെൽ ജീൻസ് എല്ലാം ആക്റ്റീവ് ആവുന്നതും നമ്മുടെ OCT4ന്റെ ജീൻസിന്റെ അകത്തുനിന്ന് പ്രോട്ടീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോ OCT4, SOX2, നാനോഗ് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ICMന്റെ പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീൻസിന്റെ, അതായത് ഈ പറയുന്ന പ്രോട്ടീൻസിന് എല്ലാത്തിനും ഒരു ജീനിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ. ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു ജീനിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ ഈ പ്രോട്ടീൻസിന്റെ ഓൺ ജീൻസിന്റെ എൻഹാൻസേഴ്സിലേക്കും ഇൻ ബിറ്റ്വീൻ, അതായത് ഇവര് മ്യൂച്വൽ ആയിട്ടും എൻഹാൻസേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത്? ഒന്ന്, ഇവർ സ്വന്തം ജീൻസിന്റെ എൻഹാൻസേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. രണ്ട്, ഈ പറയുന്ന പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാക്കി ഫാക്ടേഴ്സിന്റെ എൻഹാൻസേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് അവരെയും ആക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ദ സെൽസ് ഓഫ് ഇന്നർ സെൽ മാസ് ആർ സെറ്റ് ടു ബി പ്ലൂറിപൊട്ടന്റ് എന്ന് പറയുന്നത്. 3 റെഗുലേറ്ററി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് OCT4, നാനോഗ്, SOX2 ഇന്നർ സെൽ മാസിന്റെ പ്ലൂറിപൊട്ടൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞത്. ഡി ഓപ്ഷൻ എന്താ തെറ്റായെന്ന് മനസ്സിലായില്ലേ? CDX2 അപ്റെഗുലേറ്റ് OCT4 ആൻഡ് നാനോഗ് എന്നാണ് പറഞ്ഞത്. CDX2 എന്താ ചെയ്യുന്നേ? OCT4നെ ഇൻഹിബിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നേ, അപ്റെഗുലേറ്റ് ചെയ്യല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ തെറ്റായത്. ഓക്കെ, താങ്ക് യു.